പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു അവധിയായിരുന്നു ആ കഴിഞ്ഞ പണിമുടക്കിന്. എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ചും കുടിച്ചും കിടന്നുറങ്ങാം എന്നൊക്കെ ഞാൻ കരുതി. പക്ഷെ ഒന്നും നടന്നില്ല. ജോലിയോട് ജോലി. രാവിലത്തേടം കഴിഞ്ഞു, ഉച്ചക്കലത്തേടമൊക്കെ റെഡിയാക്കി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല എവിടുന്നാ ഈ ജോലികൾ ഇങ്ങനെ പൊട്ടിമുളയ്ക്കുന്നതെന്ന് കേട്ടോ. അതൊന്നും പോരാഞ്ഞ് ഞാൻ തന്നെ എനിക്ക് ചില ജോലികളൊക്കെ ഉണ്ടാക്കി വെക്കും. ഇന്നെന്തോ ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നി. അതിന് കുറച്ച് പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതെടുത്ത് പഴവും ശർക്കരയൊക്കെ ചേർത്ത് അരച്ചു വെച്ചു. വൈകിട്ട് 4 മണിക്ക് ചായയുടെ കൂടെ ഉണ്ടാക്കി ചൂടോടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം എടുത്ത് വെച്ചു. ഒരു ലോഡ് പാത്രം കഴുകാനുണ്ടായിരുന്നു. എല്ലാം കഴുകി പെറുക്കിയൊക്കെ വെച്ച് അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് വാഷിംഗ് മെഷീനകത്ത് കുറേ തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി മുത്തും മോനുകുട്ടനോട് എടുത്ത് വിരിച്ചു. മെത്തക്കവറൊക്കെ മാറ്റി തന്നു. ഒരു റൂമിനകത്തെ കർട്ടൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതും മോനുകുട്ടൻ്റെ യൂണിഫോമും കൂടിയാണ് പുറത്ത് കൊണ്ടുപോയി കഴുകിയത്. അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. നടന്നില്ല പ്രിയങ്ങളെ, ഒരു അരമണിക്കൂർ പോലും കിടന്നില്ല. പിന്നെ എഴുന്നേറ്റ് വന്നതേ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. 4-4:30 ആയി. അപ്പോഴത്തേക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കും ഇവിടെ വിരുന്നുകാർ വന്നിട്ടുണ്ട്. ആരൊക്കെയാണെന്നറിയാമല്ലോ. ഇവിടെ എന്തോ ഉണ്ടാക്കുന്ന റോഡി വന്നപ്പോഴേ നല്ല മണം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് 2-3 പേര് അവിടെ വന്ന് ഇരിപ്പുണ്ട്. ആരാന്ന് ഞാൻ പറയുന്നില്ല, കാണിച്ചു തരാം. ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുത്തു. ഒരുപാട് പെർഫെക്ഷൻ ഒന്നുമല്ല, പക്ഷെ നല്ല രുചിയുണ്ടായിരുന്നു എന്ന് അവരൊക്കെ പറഞ്ഞു കേട്ടോ. ദേ നമ്മുടെ ജാനിക്കുട്ടിയും കുഞ്ഞോനും കുക്കുവും കൂടിയാണ് വന്നത്. അവ ചായയൊക്കെ ഇട്ടു. എല്ലാവരും കൂടി അതൊക്കെ ഇരുന്നിട്ട് കഴിച്ചു. അങ്ങനെ ഈ ഒരു പണിമുടക്ക് ദിവസം പണിയോട് പണിയായിരുന്നേ.